നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വർണത്തിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. സത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. സ്വർണം ഞാൻ കൊണ്ട് പണയം വെച്ചു എന്നുള്ളത് നേരാ. തിരിച്ചും കൊണ്ട് തന്നു. നീ കൊണ്ടുപോയത് സ്വർണം, തിരിച്ചു കൊണ്ടുവന്നതേ ചെമ്പ്. എന്റെ മനോഹര, നീ കാര്യം അറിയാതെ വെറുതെ ബഹളം വെക്കല്ലേ. ശരത്തുമോൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഇവനെ ആരോ പറ്റിച്ചതാ. അതാരാണെന്ന് നമ്മൾ കണ്ടെത്തണം. അമ്മേ, ദേഹം മുഴുവൻ തീ പടർന്നു നിൽക്കുക. അമ്മേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, പറഞ്ഞേക്കാം. ചിലപ്പോ ഇനി ബാങ്കുകാര് വല്ല തിരിമറി നടത്തിയതായിരിക്കും അല്ലേ ശരത്തെ? ആരാ ചതിച്ചെന്നറിയില്ലല്ലോ. എന്റെ കല്യാണത്തിന് അണിയാനുള്ള പൊന്നല്ലേ, അതിനി ചെമ്പായി പോയാലും ഞാൻ അതങ്ങ് സഹിച്ചു. നിങ്ങൾ അതിൽ ഇടപെടണ്ട. അത് പറ്റില്ലല്ലോ. ചതിച്ചതാരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. എന്നാ നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം മനോഹരേട്ടാ. ഞാനും അത് ആലോചിക്കുന്നേ. ഇതിപ്പോ പലതവണ ആയില്ലേ അച്ഛാ. കള്ളൻ കപ്പലിലാണോ അതോ വീട്ടിലാണോ എന്ന് കണ്ടുപിടിക്കണമല്ലോ. അച്ഛനൊന്ന് സമാധാനപ്പെട്. സത്യം പറഞ്ഞ എന്റെ ഫ്രണ്ട് ശേഖരനെ കൊണ്ടാ ഞാൻ ഈ ഓർണമെന്റ്സ് എല്ലാം പണയം വെപ്പിച്ചത്. ഇനി അവനെങ്ങാണോ ആണോ ചതിച്ചെന്നാ? എന്നാ പിന്നെ അങ്ങനെയാണെങ്കിലേ ശേഖരനെ കൂടി ചേർത്ത് പ്രതിയാക്കി നമുക്കൊരു കേസും കൊടുക്കാം. എന്താ അച്ഛാ? നിനക്ക് പിന്നെ പോലീസും കേസും ഒന്നും പുത്തരിയല്ലോ. എന്നാലേ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, നാണോ മാനോ ഉണ്ട്. പോലീസ് ഇവിടെ സ്ഥിരം കയറി ഇറങ്ങുന്നത് എനിക്ക് നാണക്കേടാ. എന്തായാലും നടന്നത് എന്താന്ന് ശരത്തേട്ടൻ പറഞ്ഞല്ലോ. ശരത്തേന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണെങ്കിൽ അതിനുള്ള പരിഹാരവും ശരത്തേട്ടൻ കണ്ടോളൂ. മതി, ആര് പരിഹാരം കണ്ടാലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എന്റെ സ്വർണം കിട്ടിയാ മതി, മാറ്റൊട്ടും കുറയാതെ. ആദ്യം ഞാൻ ആ ശേഖരം ഒന്ന് കാണട്ടെ. എന്തായാലും സ്വർണത്തിന്റെ കാര്യത്തിൽ ആരും പേടിക്കണ്ട. ആര് ചതിച്ചാലും ഞാനത് മടക്കിത്തരും. ഇത്രേ ഉള്ളു കാര്യം. അല്ല പിന്നെ പടിവണങ്ങോ. ശരത്തേട്ടാ, നിത്യക്കുട്ടിക്ക് എന്നെ ഇപ്പൊ വിശ്വാസമില്ലേ? വീട്ടുകാരെ വർഷം ചെയ്യുന്നത് എന്നെ ചോദ്യം ചെയ്യാൻ നീ വരവ്. എനിക്ക് ശരത്തേട്ടന് വിശ്വാസമാ. പക്ഷേ എന്തൊക്കെയാ സംഭവിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മോളെ, എന്നെ ചതിച്ചതാവൻ ആ ശേഖർ. ഇപ്പോ അവനും നമ്മുടെ ശത്രുപക്ഷത്ത. അത് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. കൂടെ നിൽക്കുന്നവരെ ചങ്ക് പറിച്ചെടുത്ത് സഹായിക്കുന്നതാ എന്റെ പ്രകൃതം. എല്ലാവരും അങ്ങനെയാന്ന് കരുതി കണ്ണടച്ച് വിശ്വസിച്ചാ എനിക്ക് പറ്റിയ അബദ്ധം. എന്റെ ശരത്തേട്ടാ, ഇന്നത്തെ കാലത്ത് ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുതെന്ന് ശരത്തേട്ടന് അറിയില്ലേ? എല്ലാരും ശരത്തേട്ടനെ പോലെ അല്ല. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാലും അത്രയും സ്വർണം പോയില്ലേ? കല്യാണത്തിന് ഞാൻ അണിയേണ്ട പൊന്നല്ലായിരുന്നു അത്. മാത്രമല്ല ആ ദേവികയുടെ മുമ്പില് നമ്മൾ വീണ്ടും നാണം കെടുകയും ചെയ്തു.
ഈ സ്വർണ്ണ തിരിമറിയുടെ പിന്നിലും അവരുടെ ബുദ്ധി ഉണ്ടോന്ന എന്റെ ബലമായ സംശയം. കണ്ടുപിടിക്കും ഞാൻ. എന്നിട്ട് അവരെ ഇവിടെ നിന്റെ മുന്നിൽ മുട്ടുകാലം നിർത്തുന്നു. അത് വേണം ശരത്തേട്ടാ. എങ്കിലേ നമുക്ക് തലയുയർത്തി ഇവിടെ ജീവിക്കാൻ പറ്റൂ. അവരെ അടിച്ചിറക്കുകയും വേണം. അത് ഞാൻ ചെയ്തിരിക്കും. പിന്നെ സ്വർണം നഷ്ടപ്പെട്ട ഓർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പൊന്നിൽ പൊതിഞ്ഞ് നീ കതിർ മണ്ഡപത്തിൽ നിൽക്കൂ. അത് ശരത്തിന്റെ വാക്കാ. ശരത്തേട്ടാ, നീ സമാധാനത്തോടെ ചെല്ല്. ആദ്യം ഞാൻ ആ ഡബിൾ ഏജന്റ് ശേഖരനൊന്ന് വിളിക്കട്ടെ. പാമ്പിനെ എതിർക്കുവാൻ പുറപ്പെടുന്നേ. പണ്ടത്തെ ചരിതത്തിൽ സഹതായ പോലവൻ തായാടാൻ മനസ്സുകൊണ്ടൊരുക്കമായേ. തയ്ക്കാൻ കൊടുത്തത് കിട്ടിയില്ലേ മോളെ? ഇല്ലമ്മേ, വൈകിട്ട് തരാന്ന് പറഞ്ഞു. അതും കൂടെ കിട്ടിയാല് ഒരുക്കങ്ങളൊക്കെ ഏകദേശമായി. എന്നാലും ബന്ധുക്കളെ ആരെയും വിളിക്കാതെ എങ്ങനാ? ഇത് വാക്കുറപ്പിക്കലല്ലേ, അതിന് ബന്ധുക്കളൊന്നും വേണ്ട. എല്ലാം കുന്നായ്മക്കാരാ. കല്യാണത്തിന് ക്ഷണിച്ചാ മതി. അയ്യോ, അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആരും വേണ്ട. നമ്മൾ ഈ വീട്ടിലുള്ളവര് മാത്രം മതി. അവരും കൂടുതൽ ബന്ധുക്കളൊന്നും ക്ഷണിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അതെ അതെ, ഒരു ചെറിയ ചടങ്ങ് മതിയെന്നാ കൈലാസ സാറും പറഞ്ഞത്. അതാ നല്ലത്. ഈ ഏഷണിക്കാരെയൊക്കെ വിളിച്ചോണ്ട് പോയി സദ്യ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? കല്യാണവും ഒരു ചെറിയ ചടങ്ങായിട്ട് മതിന്നാ എന്റെ അഭിപ്രായം. 2-3 മാസത്തെ ആയുസുള്ള ബന്ധമല്ലേ? നീ ഇതൊന്നും ആരോടും വിളമ്പാൻ നിൽക്കണ്ട. കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിരുന്നാ മതി. വേണ്ടത് വേണ്ടപ്പോ ഞാൻ പറഞ്ഞു തരും. അതുപോലെ അങ്ങ് ചെയ്താ മതി. കല്യാണം നാടറിഞ്ഞ് ആർഭാടമായി നടത്തണം. നീ നല്ല സന്തോഷത്തോടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയും വേണം. എങ്കിൽ മാത്രമേ അവനില്ലാതാകുമ്പോ നിനക്ക് സഹതാപം കിട്ടൂ. സഹതാപം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള വിഹിതവും കൂടും. മനസ്സിലായോ? ചാർത്ത് കൈമാറ്റത്തിന് ചെല്ലുമ്പോൾ നീ ആ അനിയത്തി കൊച്ചിനെ തഞ്ചത്തിൽ സംസാരിച്ച് കയ്യിലെടുത്തോളണം. ബാക്കി കാര്യം നിങ്ങൾ നോക്കിക്കോണം. എങ്ങനെയോ ആ പന്തലി വെച്ച് തന്നെ എവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. നോക്കാം. നോക്കിയാ പോരാ, നടന്നിരിക്കണം. സിദ്ധു ആയിരിക്കും. ഹലോ, കല്യാണത്തിന്റെ വാക്കുറപ്പിൽ തീരുമാനിച്ചപ്പോഴേ ഫോണെടുക്കാൻ ബുദ്ധിമുട്ടായോ? അതല്ല, അവിടെ എല്ലാരും കൂടി സംസാരിച്ചോണ്ടിരുന്നപ്പോഴാ ഫോൺ ബെല്ലടിച്ചത്. നമ്മള് പിന്നെ കട്ടന് പിന്നെ നിൽക്കുന്ന ആളാണല്ലോ. അരങ്ങത്തേക്ക് പ്രവേശനം ഇല്ലെന്നുള്ള കാര്യം മറന്നു. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ, കുറച്ചു നാളും കൂടി ഒന്ന് ക്ഷമിക്ക്. കാര്യങ്ങള് ശരിയായ അർത്ഥത്തിലൊന്ന് മനസ്സിലാക്ക്. ശരി, ഞാൻ മനസ്സിലാക്കാം. നീ പറയുന്നതെന്തും വിശ്വസിക്കുകയും ചെയ്യാം. പക്ഷേ കാര്യം കണ്ടു കഴിയുമ്പോ കറിവേപ്പിലയുടെ സ്ഥാനമാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും ഇല്ല. എന്നെ വിശ്വസിക്കാം. നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ സ്വത്തുക്കൾ എന്റെ പേരിലായാൽ അടുത്ത നിമിഷം ഞാൻ അവിടെ എത്തിയിരിക്കും. ഈ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറക്കാം. അല്ല, ചടങ്ങിന് ഞാൻ വരണ്ടേ? എന്നെ ക്ഷണിക്കുന്നില്ലേ? വേണ്ട, ഈ ചടങ്ങ് ആരും അറിയണ്ട. നമ്മുടെ ജീവിതത്തിനുള്ള അസ്ഥിവാരമല്ലേ. അവിടുന്ന് ഞാനൊരു മണിമാളിക പണിയട്ടെ. അതിന്റെ പാലുകാച്ചിന് വന്നാ മതി. സിദ്ധു ആയിരുന്നോ വിളിച്ചത്? അല്ല, എന്റെ ഒരു ഫ്രണ്ടാ. നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടൊന്നും വേണ്ടാന്ന്. മോളെ, നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്.
എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച വഴിക്കാ ഇപ്പൊ നീങ്ങുന്നത്. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ നഷ്ടം നമുക്ക് മാത്രമാ. കണ്ട സ്വപ്നങ്ങളൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴും. ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അമ്മ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നില്ലേ? അത് എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. ഒക്കെ ശരിയാ. എന്നാലും അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം. അല്ലെങ്കിൽ നാളെ അതൊരു ബാധ്യതയാവും. തൽക്കാലം എന്റെ മോള് വേറെ ഒന്നും ചിന്തിക്കണ്ട. എങ്ങനെയും സിദ്ധുവായിട്ടുള്ള കല്യാണം നടക്കണം. അത് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നിന്നാൽ നിനക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരെ ചുമന്നാൽ നമ്മളും അധോഗതിയിലാവും.